പ്രിയമുള്ളവരെ, നാം 50 നോയമ്പ് അല്ലെങ്കിൽ വൈദ്യ നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ കഴിഞ്ഞ 2 സൺഡേകളിലായി നമ്മൾ സകല പരിച്ചുപോയ വൈദികരെയും വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. അനുരഞ്ജനത്തിന്റെ പ്രാർത്ഥനയും നമ്മൾ ശുശ്രൂഷിച്ച ശേഷം നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പാലിക്കപ്പെട്ട പ്രധാനപ്പെട്ട നോയമ്പാണ് 50 നോയമ്പ്. 50 നോയമ്പിൽ ചില നിർദ്ദേശങ്ങളൊക്കെ സഭ നമുക്ക് അനുശാസിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ നമ്മെ തന്നെ വിശദീകരിച്ച് ഒരുക്കത്തോടുള്ള ഒരു കുംഭസാരത്തിന് ശേഷം നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് ഉത്തമം. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. സ്നേഹമില്ലാതെ നോയമ്പ് നോക്കുന്നവന് നോമ്പിന് യാതൊരു വിശേഷതയും ഇല്ല എന്ന് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. യേശയ്യ 58 പറയുന്നു, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും പവനരേതിനെ വീട്ടിൽ പാർപ്പിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സഹോദരൻ ഒഴിഞ്ഞു മാറാതിരിക്കുന്നതല്ലേ നോമ്പെന്ന്. നോമ്പ് പ്രത്യേകിച്ച് സഭ നമ്മോട് നിർദ്ദേശിക്കുന്നു ചില മത്സ്യമാംസാദികൾ വെടിയുന്നതിന്. ഞാൻ പറയുന്നു, മത്സ്യമാംസം മാത്രമല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് അത് ആ ഒരു ത്യാഗമായി നമ്മൾ കണക്കാക്കണം. നോമ്പിന്റെ ഒരു പ്രത്യേകതയാണ്, 50 നോയമ്പിന്റെ പ്രത്യേകതയാണ് കുമ്പിടി. നാം നമ്മെ തന്നെ താഴ്ത്തി എളിമയോടുകൂടി കുമ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഉപവാസം എന്നത് ദൈവത്തോടുകൂടി വസിക്കുക എന്നതാണ്. ഉപവസിക്കുന്ന മത്തായി 6:16 പറയുന്നു, ഉപവസിക്കുന്ന നിങ്ങൾ കപടപാടമായിട്ടേക്ക് വല്ല മുഖം വിഷാദം ഭാവിക്കരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുഖം വികൃതമാക്കരുത്, രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവ് അല്ലാതെ വേറെ ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടി തലയിൽ ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നാം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നമ്മുടെ അമ്മമാരായി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. ലൂക്ക 4 പറയുന്നു, മരുഭൂമിയിലെ കർത്താവിന്റെ പരീക്ഷ. ഭർത്താവ് 40 ദിവസം ഉപവസിച്ചു, 40-ാം ദിവസം കർത്താവിനെ വിശന്നു. സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്നു. പക്ഷെ പ്രലോഭനങ്ങൾ കർത്താവ് വീഴുന്നില്ല. അങ്ങനെ നമ്മൾ അമ്മമാരായി നമ്മളും പ്രലോഭനങ്ങൾ വീഴാതിരിക്കാൻ പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമാണ്. നമ്മുടെ ആധുനിക ലോകത്ത് കടന്നു വരുന്ന അനീതികളും അക്രമങ്ങളും ഇല്ലാതെ നമ്മുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയണം. നല്ലൊരു ധന്യമായ ഒരു നോയമ്പ് നേർന്നുകൊണ്ട് നിർത്തുന്നു.